അപ്പോൾ നമുക്കിന്നൊരു ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവർ ഫുള്ള് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ബുള്ളിയൻ നോട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇതിനായിട്ട് ഞാൻ 6 strands നൂലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ 3 സ്റ്റെപ്പ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബുള്ളിയൻ നോട്ടാണ് ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ പെറ്റൽസിലും ഇങ്ങനെ 3 ബുള്ളിയൻ നോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ആ പെറ്റൽസിൻ്റെ സെൻറ്ററിലാണ് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനിത് 6 strands നൂല് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 strandsഉം യൂസ് ചെയ്യാം. ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്നത് ഇത്ര പ്രാവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇതുവരയ്ക്കും കറക്റ്റായിട്ട് നിൽക്കുന്നതിന് അനുസരിച്ച് നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ എടുക്കാനുള്ളത് ബീഡ്സ് ആണ്. ബീഡ്സ് കോർക്കാനായിട്ട് ഏറ്റവും ചെറിയ നീഡിൽ വേണം എടുക്കാൻ. 2 strands നൂല് മതിയാവും. എന്നിട്ടത് നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്യാം. ബീഡ്സ് നമുക്ക് ഇങ്ങനെ അറ്റം വരെ വരാൻ തക്കതായിട്ടുള്ള ചെറിയ സൂചി വേണം നമ്മൾ എടുക്കാൻ.
ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് എല്ലാ ബീഡ്സും ഇങ്ങനെ കോർത്തെടുക്കണം. നമ്മൾ ബീഡ്സ് കോർക്കുമ്പോൾ ഈ ത്രെഡിൻ്റെ സെയിം കളർ ബീഡും എടുക്കാം, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീഡ്സും നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിത് ഡ്രസ്സിലൊക്കെ ഓവറോളായിട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഈ ഫ്ലവർ മാത്രമല്ല, ഏത് ഡിസൈൻ കിട്ടിയാലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ എല്ലാ പെറ്റൽസിലും നമുക്ക് ബീഡ്സ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാ ഈ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്തതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇങ്ങനെ ബീഡ്സ് കോർത്തതിന് ശേഷം ഇതാ ഇങ്ങനെ വെച്ച് നോക്കണം. കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് വേണം കോർത്തെടുക്കാൻ. ഇനി നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഇതാദ്യം ഇങ്ങനെ മുകളിൽ നിന്നും അടുത്ത് ഈ സെയിം പ്ലേസിൽ തന്നെ കോർത്തിട്ട് ശകലം താഴ്ത്തി വരുമ്പോൾ നമുക്ക് ആ ലീഫ് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ഔട്ട്ലൈനൊക്കെ ഒന്ന് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കണം.